വാളിയാ, നമുക്ക് ജിമ്മ് തുടങ്ങാം. ഏറ്റളിയാ, രോഗമില്ലാത്തവർക്ക് ഈ ജിമ്മിനകത്തേക്ക് പ്രവേശനമില്ല. കണ്ടുപിടിക്ക് ഞങ്ങൾ ഡോഗ്സ് എങ്ങനെയാണ് ജിമ്മി വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. കണ്ടോ, പിടിച്ചോ, ഇങ്ങനെ ചെയ്യും. അങ്ങനെ 148, 149, 150. ഇന്നെന്തായാലും ഇത്രയൊക്കെ മതി. നീ ഏതാണ്? രോഗമില്ലാത്തവർ ഈ ജിമ്മിൽ വേണ്ട. അതെ, തനിക്കൊരു കാര്യം അറിയാവോ? ഞാൻ പറയില്ല. പിന്നെ എന്തിനാടാ ചോദിച്ചതാ? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ജിമ്മ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി വേഗം സ്ഥലം വിട്ടോ, അഥവാ വാച്ച്മാനെ ആവശ്യം വന്നാൽ അപ്പം ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. എടാ മരത്തലയാ, 2 തന്നാ നിന്റെ കൈ ഇതാ ഇങ്ങനെ തൂങ്ങിക്കിടക്കും പറഞ്ഞേക്കാം. പിന്നെ നിനക്ക് ആർക്കും കൈ കൊടുക്കാനും കഴിയില്ല, ടാറ്റ കാണിക്കാനും കഴിയില്ല. ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഡോഗ്സിന് മാത്രമേ ഇനി ഇവിടെ പ്രവേശനമുള്ളൂ. തോത്താറാമന്റെ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ എന്നെ പോലെ നല്ല ആരോഗ്യവനാകണം. ഇതെന്തൊരു സോഫ്റ്റ് മാട്രസ് ആണെന്നോ, ടച്ച് ചെയ്തപ്പോ തന്നെ ഉറക്കം വന്നു. ഇത് വളരെ സുന്ദരമായിട്ടുണ്ട്. മതി, എല്ലാരും കളിയാക്കിയത്. വാ പോകാം. വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇത് ഡോഗ്സിന്റെ മാത്രം ജിമ്മാണ്. അകത്തുള്ള ഗുസ്തിക്കാരാരാ? അവര് ബോക്കുലാലും ബക്രൂലാലുമാണ്. 2 ആഴ്ചക്ക് മുമ്പാണ് എന്റെ ജിമ്മിൽ ഇവര് ജോയിൻ ചെയ്തത്. ബോഡി ബിൽഡിംഗ് ചെയ്യാനായിട്ട്. ബോഡി ബിൽഡിംഗ് ചെയ്ത് അവസാനം എന്റെ ജിമ്മിൽ നിന്ന് ഇവര് പുറത്താക്കി. എന്റെ ജിമ്മ് ഇവര് അന്യായമായി പിടിച്ചടക്കിയിരിക്കുകയാണ്. ആരുടെ അന്നമാണോ കഴിച്ചത് അതിൽ മണ്ണ് വാരിയിട്ടില്ലേ? അതേതായാലും നന്നായില്ലേ മണ്ണ് മാത്രം വാരിയിട്ടത്. അതാവുമ്പോ അവർക്ക് ഭക്ഷണം കിട്ടില്ല, ക്ഷീണിച്ച അവശരായി എല്ലാം തോലിയോ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. വരൂ നമുക്ക് നോക്കാം. എന്തോന്ന്? അത് പറയില്ല. എന്തിനാ ചോദിച്ചത്? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഇനി ഈ ജിം ഞങ്ങളുടേതാണ്. ഞങ്ങളിവിടെ ഭരിക്കുമ്പോ ഡോഗ്സിന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ, മറ്റാർക്കുമില്ല. ഞാനും ഒരു ഡോഗാണ്. അത് ശരി, നീ ഡോഗായിരുന്നു. ഞാൻ കരുതിയത് നീ ഡോങ്കി എന്നാ. മുടി മുറിച്ചിട്ട് വന്നതാ ഞാൻ വിചാരിച്ചത്. അതെ, ഈ ജിമ്മ് തോത്താറാമിന്റെതാണ്. ആടിക്കുമാരായി. ഞാൻ ഈ ബോളില് കോൺഫ്ലെക്സ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ദാ കണ്ടോ? ഇവന്മാരെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. വാ നമുക്ക് പോകാം. ഇനി ഏരിയ കണ്ടുപോകരുത്. എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂ. ഐഡിയ. ഇൻസ്പെക്ടർ പാണ്ഡയെ ഉടനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഉടനെ വിളിക്കാൻ പറ്റില്ല. അയാൾ എന്തോ കാര്യമായിട്ട് ഫോറിനിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോ. ആ ഡോഗ്സ് വലിയ തെമ്മാടികളാണെന്നേ. അല്ലെങ്കിൽ തന്നെ ഈ ഡോഗികൾക്കൊന്നും ഒരു നാണവും ഇല്ലെന്നേ. ഈ ഡോഗ്സിനെയൊക്കെ കാണുമ്പോ തന്നെ അടിച്ചോടിക്കാനുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിക്കണം. എടാ മിണ്ടാതിരിക്കടാ, ഞാനും ഒരു ഡോഗാണ്. ഓ സോറി, ഞാൻ വല്ലാതെ ക്ഷീണിച്ച കാരണ വായിന്ന് ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ വരുന്നത്. ഒന്ന് മസാജ് ചെയ്ത് അല്പം ആശ്വാസം കിട്ടുമായിരിക്കും.
ഐഡിയ. നമുക്ക് മസാജറുടെ ദേശം കിട്ടി ജിമ്മിലേക്ക് പോകാം. അപ്പൊ അതിനുശേഷം എനിക്ക് മസാജ് ചെയ്ത് തരുമോ? അങ്ങനെയല്ല കഴുതേ, നമ്മൾ വേഷം മാറിപ്പോകും. കാരണം അവന്മാർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റരുത്. അപ്പൊ അതിനുശേഷം എന്നെ മസാജ് ചെയ്യല്ലേ? എടാ ആനമണ്ട, നമ്മൾ അവരെ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ബോഡി വീക്ക് ആവാൻ തുടങ്ങും. പിന്നെ നമ്മൾ അവരെ ചവിട്ടി കൂട്ടി പുറത്താക്കും. അത് ശരി. അപ്പൊ അത് കഴിഞ്ഞ് എന്നെ മസാജ് ചെയ്യല്ലേ? വരൂ, നമുക്ക് വേഷം മാറാം. എടാ അളിയാ, നമ്മളവന്മാരെ ഇടിച്ച് പുറത്താക്കിയില്ലേ? പുറത്താക്കിയിട്ട് അവന്മാർ അകത്തേക്ക് വന്നപ്പോ പുറത്തോട്ടാക്കിയ ഐഡിയ എന്താണെന്നറിയാമോ? എന്താടാ? ഞാൻ പറയില്ല. പിന്നെന്തിനാണ് ചോദിച്ചേ? ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ അഥവാ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഞങ്ങൾക്കറിയാം. അത് പിന്നെ ഞങ്ങള് മസാജ് ചെയ്യുന്ന ആൾക്കാരാ. ഈ മരുന്ന് കൊണ്ട് നിങ്ങളുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. എന്നാ പിന്നെ നിങ്ങൾ മസാജ് ചെയ്തോളൂ. പക്ഷെ അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. ഞാൻ ഈ ജിമ്മ് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ചതിയൻ. അത് പിന്നെ ഈ ചതഞ്ഞ പാത്രത്തിൽ ഒരിക്കലും മരുന്ന് ഒഴിക്കരുത്. താങ്കൾ എന്താണ് പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഈ ജിം എന്റെ സ്വർണത്തിന്റെ ചെയിനും പിന്നെ ഒരുപാട് കാശും കൊടുത്ത് വാങ്ങിയതാണ്. കൈവശപ്പെടുത്തി. നമുക്ക് പോയി വേഗം മസാജ് തുടങ്ങാം. വന്നേക്ക് വന്നേക്ക്. എന്റെ പൊന്നളിയാ, ഈ സംഗതി കൊള്ളാലോ. നിങ്ങൾക്കിവിടെ നിൽക്കാൻ സാധിക്കുമോ? പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. അല്ല, ഇവന്മാരല്ലേ ആ 4 പേര്? നിൽക്കൂ, ഞാൻ ഒരു ഇടിക്കുളം മസാജ് ചെയ്യാം. അത് പെട്ടെന്ന് ശരിയാവും. പക്ഷേ ഞങ്ങള് മാപ്പ് ചോദിക്കാം. പക്ഷെ ചോദിക്കുകയില്ല. അതെന്താ? അത് ഞാൻ പറയില്ല. മറക്കണ്ട, ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. 10 ദിവസമായിട്ട് നിങ്ങളൊക്കെ ഞങ്ങൾ തിരിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് പിടി കിട്ടിയത്. നിങ്ങൾ കാരണം എന്തായാലും എനിക്ക് എന്റെ ജിമ്മ് തിരിച്ചു കിട്ടി. ഇനി മുതൽ എന്റെ ജിമ്മിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഫ്രീ ആണ്. നമുക്കൊരു 1000 കിലോ അങ്ങ് പൊക്കിയാലോ?